ഭാവിയിൽ പിടിച്ചിരിക്കുന്ന യേശു സാക്ഷ്യം പറയാൻ അനുവദിക്കും. യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ സ്തുതിയായിരിക്കട്ടെ. ഇരിക്കുന്നവരൊക്കെ അറിയുന്നു. തിരിഞ്ഞ് സ്തുതി കൊടുത്തേ. എല്ലാവരും സ്തുതിയായിരിക്കട്ടെ എന്നുള്ള മറുപടിയും കൂടെ പറയണം അല്ലേ? ഇപ്പോഴും എപ്പോഴും ഞാൻ പറഞ്ഞ ലാപ്പിലാവും. പറഞ്ഞാൽ മാത്രം പോരല്ലോ, ഇപ്പോഴും എപ്പോഴും സ്തുതി ആയിരിക്കണം ഇല്ലേ? സ്തുതി ആയിരിക്കാൻ വേണ്ടത് നമ്മൾ ചെയ്യണം വേണ്ടേ? എന്നെ പരിചയമുണ്ടോ? അച്ഛനും വലിയ പരിചയമില്ല. ഞങ്ങൾ ഏതാനും ഒരു 10 ദിവസത്തെ പരിചയമുള്ളല്ലോ അച്ഛൻ. അത് കഷ്ടിച്ച് ഒരു 7-8 ദിവസം അച്ഛൻ പറയണ്ടായി, പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചു. ഞാൻ കഴിഞ്ഞ 24 വർഷമായി സൗദി അറേബ്യയിലാണ്. എൻ്റെ പേര് ജെൻസൺ ഫെർണാണ്ടസ് എന്നാണ്. എൻ്റെ ഒരു ചെറിയ അനുഭവം സാക്ഷ്യമായിട്ട് ഞാൻ പറഞ്ഞു തുടങ്ങുകയാണ്. കാരണം ഈശോ ഒരു കാര്യം എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ വ്യക്തിപരമായ എൻ്റെ ഒരു ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതിൻ്റെ ഈ സാക്ഷ്യത്തിന് നിങ്ങൾ അത്ര വില കൊടുക്കുകയില്ല ഇല്ലേ? മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തില് 40-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്: അവർ അവനെ പരിഹസിച്ചു, അവനാകട്ടെ അവരെ എല്ലാവരെയും പുറത്താക്കി. അനന്തരം പെൺകുട്ടിയുടെ മാതാപിതാക്കന്മാരെയും തന്റെ കൂടെ ഉണ്ടായിരുന്നവരെയും കൂട്ടിക്കൊണ്ട് അവളെ കിടത്തിയിരുന്നിടത്തേക്ക് അവൻ ചെന്നു. ബാക്കി കഥ നിങ്ങൾക്ക് അറിയാമല്ലോ ഇല്ലേ? നാട്ടുകാർ മുഴുവൻ അവനെ പരിഹസിച്ചു. എന്താ കാരണം? ഈശോ ഒരു കാര്യം പറഞ്ഞു, അവൾ ഉറങ്ങുകയാണെന്ന് പറഞ്ഞു ഇല്ലേ? അവൾ ഉറങ്ങുകയാണെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈശോയുടെ ഒരു വലിയ പ്രത്യേകത ഇതാണ്. എന്ത് വലിയ ഗൗരവമുള്ള കാര്യം പറയുമ്പോഴും ഈശോ അതിനെ സാരമില്ലെന്നേ അല്ലേ? നിസാരമായിട്ട് അതിനെ ലഘൂകരിച്ചു. നമ്മൾ പർവ്വതീകരിച്ചു പറയും, അയ്യോ മുടിഞ്ഞു വരും, ആ വ്യക്തി എന്നെ നശിപ്പിച്ചു, തകർത്തു ഇല്ലേ? നമ്മൾ പർവ്വതീകരിച്ച് പറയുമ്പോഴും ഈശോ പറയാണ് ഉറങ്ങുകയാണെന്നേ. നാട്ടുകാരൊക്കെ കളിയാക്കാൻ തുടങ്ങി, ഇവൻ വട്ട കേട്ടോ, ഇവൻ അല്ലെങ്കിൽ വട്ടാന്ന് കേട്ടിട്ടുണ്ട്, ഇപ്പൊ മനസ്സിലായി നല്ല മുഴുത്ത വട്ട ഭ്രാന്താന്ന് പറഞ്ഞു. അവനെ പരിഹസിക്കാൻ തുടങ്ങി. ഈശോ ആകട്ടെ എന്താ ചെയ്തത്? അകത്തേക്ക് ചെന്ന്, ചുരുക്കി പറയുന്നൊന്നും വായിക്കുന്നില്ല, ഉള്ളിലേക്ക് ചെന്ന് തലീതാക്കും, ബാലികെ എഴുന്നേൽക്കൂ എന്നർത്ഥം. അവൾ എഴുന്നേറ്റു. എന്നിട്ട് ഈശോ പറയുകയാണ്, ആരും ഈ വിവരം അറിയരുത് എന്ന് യേശു അവർക്ക് കർശനമായ ആജ്ഞ നൽകി. ഈശോയ്ക്ക് വേണമെങ്കിൽ ഇനിയിപ്പോ എല്ലാവരോടും പറ, അവൾ ഉറങ്ങുകയായിരുന്നു ഇല്ലേ? എന്നെ കളിയാക്കിയവരോടൊക്കെ പറ. ഒരു പ്രതികാര ബുദ്ധി, ഒരു മധുര പ്രതികാരം പോലും ഈശോ ചെയ്തില്ല. ഹല്ലേലൂയ. ഈശോയുടെ നിഷ്പക്ഷത. മറ്റുള്ളവർ പരിഹസിച്ചപ്പോഴും ഈശോ കുരിശിൽ കിടന്നപ്പോൾ മാത്രമല്ല കേട്ടോ പരിഹസിക്കപ്പെട്ടത്. ഈശോയുടെ ബലി കുരിശിൽ മാത്രമല്ലായിരുന്നു അല്ലേ അച്ഛാ? ജീവിതം അമ്മയുടെ ഉദരത്തില് രൂപപ്പെട്ട നിമിഷം മുതൽ പരിശുദ്ധാത്മാവ് പരിശുദ്ധ കന്യാമറിയത്തിൽ നിറഞ്ഞ് ഈശോ ദൈവത്തിന്റെ വചനം, ദൈവമായിരുന്നവൻ, ദൈവത്തോടൊപ്പമായിരുന്നവൻ, ആ സമാനത നിലനിർത്തണ്ട എന്ന് കരുതിയ നിമിഷം മുതൽ കുരിശു മരണത്തോളം, അവിടെ മുതൽ കുരിശു മരണത്തോളം തന്നെ താഴ്ത്തുന്നത് വരെ ഈ ബലിയുടെ പൂർണ്ണതയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞ, എന്റെ ജീവിതം, എന്റെ അപ്പൻ ഒരു ഹിന്ദു ആയിരുന്നു, ഹൈന്ദവനായിരുന്നു, എന്റെ അമ്മ ക്രിസ്ത്യാനിയായിരുന്നു. അവരങ്ങനെ ഇഷ്ടപ്പെട്ടു, വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചെന്ന് പറഞ്ഞാൽ സഭാപരമായിട്ടുള്ള വിവാഹം നടന്നില്ല, അല്ലാത്ത വിവാഹം നടന്നു. ഞാൻ ജനിച്ചു, മാമോദീസ കിട്ടി.
ആരും എനിക്ക് ഈശോയെ പരിചയപ്പെടുത്തി തന്നില്ല. 1993 സെപ്റ്റംബർ 10 എനിക്കൊരു ദൈവാനുഭവം ഉണ്ടായി. ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജിനടുത്തുള്ള 11-ാം മൈൽ നിത്യാരാധനയിൽ വെച്ച് ഈശോ അവിടെ വെച്ച് എന്നോട് ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ സംസാരിച്ചു. അന്ന് എനിക്ക് 15 വയസ്സേ ഉള്ളൂ, 16 വയസ്സേ ഉള്ളൂ. 10ാം ക്ലാസ് കഴിഞ്ഞു, പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ. ഞാൻ ഈ പറഞ്ഞത് ഇവിടെ ചുരുക്കമാണ്, തീർന്നു, ഇത്രേ ഉള്ളൂ കഥ അവസാനിച്ചു. പിന്നീട് എനിക്ക് വട്ടാണെന്നൊക്കെ തോന്നി. വീട്ടുകാരെല്ലാവരും കൂടെ എന്നെ സൗദി അറേബ്യയിലേക്ക് നാട് കടത്തി 20ാമത്തെ വയസ്സിൽ. 4 വർഷക്കാലം അച്ഛൻ്റെയൊക്കെ ഇടവകയിലും വീട്ടിലും ആ പരിസരത്തും എല്ലാം പോയി ഞാൻ ഈശോയെ പ്രഘോഷിക്കാൻ തുടങ്ങി. അതാണ് ഞാൻ കഥ അവസാനിച്ചു എന്ന് പറഞ്ഞത്. ജെൻസൺ എന്ന ആ മകന്റെ കഥ അവസാനിച്ചു. അവിടെ ഞാൻ മരിച്ചു. ഈശോ എന്നെ വീണ്ടെടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നീട് ഞാൻ ട്രെയിനിൽ പോയാലും ബസ്സിൽ പോയാലും ആരെ കണ്ടാലും ചേട്ടാ ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്ന് നോക്കില്ല, ഒരു ദൈവത്തിന്റെ വചനം പറയും, അവരെ ആശ്വസിപ്പിക്കും, പരിശുദ്ധാത്മാവ് സംസാരിക്കും, ആ വ്യക്തിയോട് വചനം പറ, ഈ വ്യക്തിയുടെ രോഗം മാറിപ്പോയെന്ന് പറ. കരിസ്മാറ്റിക് ധ്യാനമൊന്നും കൂടിയിട്ടില്ല കേട്ടോ. 15-16 വയസ്സിൽ ഏത് ധ്യാനം കൂടാനും. ഇന്ന് കോട്ടയൊക്കെ ആരംഭിച്ചു വരുന്നതേ ഉള്ളൂ. പിന്നീടാണ് ഞാൻ കോട്ടയിലൊക്കെ പോയത്. പ്രിയപ്പെട്ടവരെ, ദൈവാനുഭവത്തിൽ എന്നെ നയിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ വീട്ടുകാരും പറഞ്ഞു, നാട്ടുകാരും പറഞ്ഞു, ഇടവകയിലെ വികാരിച്ചും പറഞ്ഞു, ഇനി വട്ടാം. സിസ്റ്റേഴ്സ് പറഞ്ഞു നല്ലൊരു ചക്കനായിരുന്നു, നന്നായിട്ട് പഠിക്കുമായിരുന്നു, വട്ടായി പോയി. അങ്ങനെ വട്ടാണെന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ ഒഴിവാക്കാൻ തുടങ്ങി. പക്ഷെ ദൈവാനുഭവം പലർക്കും ലഭിക്കാൻ തുടങ്ങിയപ്പോൾ, അവരെല്ലാവരും ഈശോയെ അറിയാൻ തുടങ്ങിയപ്പോൾ, പല കുടുംബങ്ങളിൽ മാറ്റം ഉണ്ടായപ്പോൾ, പല വ്യക്തികളിലും മാറ്റം ഉണ്ടായപ്പോൾ എല്ലാവരും എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. പക്ഷെ 20ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മ പറഞ്ഞു, എൻ്റെ അപ്പൻ സൗദി അറേബ്യയില, ഇവനെ നാട് കടത്തുന്ന നല്ലത്, ഇല്ലെങ്കിൽ ഇവൻ വല്ല അച്ഛനാകാൻ പോകും. അവനിപ്പോഴേ പറയുന്നുണ്ട് അച്ഛനാകണം. അങ്ങനെ രാത്രിക്ക് രാത്രി എന്നെ സൗദി അറേബ്യയിൽ നാട് കടത്തി. ഞാൻ ഈശോയോട് ചോദിച്ചു പോകാൻ നേരം, ഈശോയെ ഞാൻ എന്ത് ചെയ്യും? അവിടെ പള്ളിയില്ലല്ലോ, അവിടെ ദേവാലയങ്ങളില്ല, എങ്ങനെ പ്രാർത്ഥിക്കും? ഈശോ പറഞ്ഞു, നീ അവിടെ ചെന്ന് എനിക്ക് വേണ്ടി പള്ളി പണിയും. 24 വർഷം, ഇപ്പൊ എനിക്ക് 44 വയസ്സുണ്ട്. 24 വർഷം സൗദി അറേബ്യയിലെ കർത്താവിന് വേണ്ടി വേല ചെയ്തു. തിരിച്ചു വന്നു, പള്ളി ഉണ്ടാക്കി. അനേകം മനുഷ്യരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകും. ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ എല്ലാവരും. അതിലൊന്നും എനിക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല. കർത്താവിന്റെ മഹത്വം. ഹല്ലേലൂയ. അപ്പോഴും ഇവിടെ വന്നപ്പോൾ ഞാൻ എന്നാ ചെയ്യുന്ന ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഈശോ പറഞ്ഞു, നീ ആ പള്ളിയിലോട്ട് പോകും. അവിടെ ചെന്നപ്പോൾ ഒരു അച്ഛനോട് ഇരിപ്പുണ്ട്, പരിശുദ്ധ കുർബാനയിലുമുണ്ട്. വലിയ സന്തോഷമായി. കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു, അച്ഛനോട് പോയി സംസാരിക്കും. ഞങ്ങൾ ഗേറ്റിലേക്ക് പോയത് അച്ഛൻ കണ്ടില്ലായിരുന്നു. ഞങ്ങൾ പോയി. വീണ്ടും ഈശോ പറഞ്ഞു, അച്ഛനോട് പോയി സംസാരിക്കും. വീണ്ടും ഞാൻ തിരിച്ചു ചെന്നു. അപ്പോഴേക്കും അച്ഛനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, അവൻ സംസാരിക്കും. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നെങ്കിൽ അതിന്റെ കാരണം ആ അഭിഷേകം. അച്ഛൻ പറഞ്ഞല്ലോ, ഇതൊഴുകുന്ന വെള്ളമാണ്, ഇത് ജീവജലത്തിന്റെ അരുവിയ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് എന്തൊഴുകുന്ന പറഞ്ഞേ? ജീവജലത്തിന്റെ അരുവി ഒഴുകും. എന്നിട്ട് നമ്മളിപ്പോ അങ്ങോട്ട് ഓടണം, ഇങ്ങോട്ട് ഓടണം, എങ്ങോട്ട് ഓടണം എന്നറിയില്ല അല്ലേ? ഗൂഗിൾ അമ്മായി ചോദിച്ചുകൊണ്ടിരിക്കുക, ഏത് ധ്യാനേന്ദ്രത്തിൽ പോകണം, എവിടെ പോകണം, ഏത് ബ്രദറിന്റെ അടുത്ത് പോകണം, അച്ഛന്റെ അടുത്ത് പോകണം. ഈശോ പറയുക, യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 31-ാം തിരുവചനം, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവി. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നത് എന്താണെന്നറിയോ? അതിന് തൊട്ട് മുമ്പ് ഈശോ പറയുന്ന വചനം ഏതാ? ആർക്കെങ്കിലും, നിങ്ങളിൽ ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിട്ടാ പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ. അപ്പോൾ എന്താ ഈ അടുക്കൽ ചെന്ന് കുടിക്കുക എന്ന് പറഞ്ഞാൽ? ഈശോ എനിക്ക് 16-ാമത്തെ വയസ്സിൽ ഞാൻ ഈശോയെ അറിഞ്ഞ ദിവസം എനിക്ക് ലഭിച്ച ബോധ്യം എന്താണെന്നറിയാവോ? പ്രിയപ്പെട്ടവരെ, ഇതില് കത്തോലിക്ക അല്ലെങ്കിൽ വിശ്വാസത്തില് ഒന്ന് കരവുയർത്താവോ? അല്ലാത്തവരൊന്ന് കരവുയർത്താവോ? സഭയില്ലാത്തവർ എല്ലാവരും ഇല്ലേ? കൂദാശകൾ സ്വീകരിച്ചവരൊന്ന് കരവുയർത്തിക്കേ. എന്തുവാ ഈ കൂദാശ? എന്താ ഈ കൂദാശ?
ദൃശ്യമായതെല്ലാം ദൃശ്യമാകും. ഇത് സിനിമാകാരമല്ല, ദൃശ്യം 2. അദൃശ്യമായ ദൈവത്തിന്റെ കൃപാവരങ്ങൾ ദൃശ്യമായി നമ്മളിലേക്ക് ഒഴുകുന്ന അടയാളങ്ങളാണ്. ആര് സ്ഥാപിച്ച അടയാളമാണ്? വിശ്വ സ്ഥാപിച്ച അടയാളം. പ്രിയപ്പെട്ടവരെ, ഈ നമ്മളിരിക്കുന്ന നമ്മൾ ആരും വെറും നിസ്സാരമൊന്നുമല്ല. സങ്കീർത്തനം 107 അധ്യായത്തിന്റെ ഒരു വചനം ഞാൻ വായിക്കാം. ഇത് വായിച്ചിട്ട് നിങ്ങൾ ഇത് പറയണേ. ഒരൊറ്റ വചനം ഇത് പറയുന്നുള്ളൂ. സങ്കീർത്തനം 105:15. എന്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്, എന്റെ പ്രവാചകർക്ക് ഒരു ഉപദ്രവവും ചെയ്യരുത് എന്ന് അവിടുന്ന് ആജ്ഞാപിച്ചു. ആരെ പറ്റിയാ പറഞ്ഞേക്കണേ? എന്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്. ആരെ പറ്റിയാ? വൈദികര്. ഈ അഭിഷിക്തരാരാ? എത്രാമേര്? അച്ഛന്മാര്. ഇതിന് തൊട്ടു മുമ്പുള്ള വചനം കൂടെ വായിച്ചാൽ അത് മനസ്സിലാവും. സങ്കീർത്തനം 105:12 മുതൽ. അന്ന് അവർ എണ്ണത്തിൽ കുറഞ്ഞവരും നിസാരരും അവിടെ പരദേശികളുമായിരുന്നു. 13. അവർ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ അലഞ്ഞു നടന്നു. ആരും അവരെ പീഡിപ്പിക്കാൻ അവിടുന്ന് സമ്മതിച്ചില്ല. അവരെ പ്രതി അവിടുന്ന് രാജാക്കന്മാരെ ശാസിച്ചു. എന്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്. ഇനി പറ, ആരാ? മനസ്സിലായോ? സഭാ മക്കൾ, ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവര്. കൊച്ചിന് അഭിഷേകം കിട്ടിയിട്ടുണ്ടോ? ഉണ്ടോ? എപ്പോ? മാമോദീസ വഴി. ഇരിക്കുന്ന അച്ഛനെ കൂലി അഭിഷേകം, ശുശ്രൂഷ പോലത്തെ. നമുക്ക് കിട്ടിയേക്കണം എന്താണെന്നറിയോ? അൽമായര് രഹസ്യമായിട്ട് പറയാം, എന്നതാ? ആടുകൾക്കാണോ വില, ആട്ടിടേനാണോ വില? ആട്ടിടെ കൂലിക്കാരനാ, ഇല്ലേ? മര്യാദക്ക് ചെയ്താൽ കൂലി കിട്ടും. കഥ പറയാ, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവബലി അർപ്പിക്കും. അങ്ങനെയാണെങ്കിൽ ആടുകൾക്കാണോ വില, ആട്ടിടേനാണോ വില? ഇരിക്കണ നമ്മളല്ല, ആരാ? ആടിക്കൊണ്ടിരിക്കണ ആളല്ല, നല്ല ചെമ്മരി ആടുകൾ, ഫലമുള്ളവർ. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയണം, ഈ അഭിഷേകത്തിലാണ് നമ്മൾ. ഈ അഭിഷേകത്തിന്റെ ശുശ്രൂഷകരാണ് ഇവര്. നമ്മളെല്ലാവരും അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്, പരിശുദ്ധാത്മാവിനാൽ പൂരിതരാണ്. മാമോദീസ വഴി സ്വർഗീയ ജീവൻ, ദൈവാത്മാവിന്റെ ജീവൻ, പരിശുദ്ധാത്മാവിന്റെ ജീവൻ, ക്രിസ്തുവിന്റെ ജീവൻ നമ്മിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഈ കൂദാശകളെല്ലാം, ഈ 7 കൂദാശകളും ഈ ജീവന്റെ കൂദാശകളാണ്. നമ്മൾ അഭിഷേകം ചെയ്ത് പരിപോഷിപ്പിക്കുന്ന കൂദാശകളാണ്. അഭിഷേകത്തെ പറ്റി അച്ഛൻ പറയാൻ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചു കഴിഞ്ഞപ്പോ എന്നോട് ഈശോ പറയാ, ആരാ ഈ അഭിഷേകം പ്രാപിക്കേണ്ടത്? നമ്മൾ ഓരോരുത്തരും. ഈ വൈദികനെ, പ്രിയ ബഹുമാനപ്പെട്ട വന്ധ്യ വൈദികനെ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ശുശ്രൂഷ നമുക്ക് വേണ്ടി കൈകാര്യം ചെയ്യുന്നത്. ആ സ്നേഹ ബഹുമാനമാണ് നമ്മൾ അദ്ദേഹത്തോട് കൂടുതൽ കാണിക്കുന്നത്. ഹല്ലേലൂയ. യഥാർത്ഥത്തില് ഒരു അഭിഷിക്തൻ എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഈ അഭിഷേകത്തെ ജ്വലിപ്പിക്കണം. അഭിഷേകത്തെ ജ്വലിപ്പിക്കണം. മാമോദീസായിലൂടെ ഈ അഭിഷേകത്തെ ജ്വലിപ്പിക്കണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഈ അഭിഷേകത്തെ ജ്വലിപ്പിക്കാൻ വേണ്ടിയാണ് ഈശോ പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നു. എന്താണ്? ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. ജ്വലിപ്പിക്കുന്ന അടയാളങ്ങളാണ്. അവർ എന്റെ നാമത്തിൽ പിശാചുകളെ പരിഷ്കരിക്കും. ഇവിടെ പിശാചിനെ പേടിയുണ്ടോ? ബന്ധനം, കെട്ടുകള്, തിരുവരണം, മരണം, കൂടോത്രം ചോന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കണ്ടാലമോ പേടിക്കണം. മനസ്സിലായോ? സ്കേവയുടെ പുത്രന്മാര് പിശാചിനെ ബഹിഷ്കരിക്കാൻ ചെന്നപ്പോ പിശാച് വാദിച്ചോണ്ട് എന്താ ചോദിച്ചേ?
യേശുവിനെ എനിക്കറിയാം, പൗലോസിനെ എനിക്കറിയാം. അതാണ് യേശുവിനെ അറിയാന്ന് പോട്ടെ, പൗലോസിനെ എനിക്കറിയാം. നമ്മളെ അറിയാൻ പിശാച് അവളെ അറിയാം, അവളെ എന്റെ കൂട്ടുകാരാന്ന് പറയും. അവനാ ഇല്ലേ? എന്റെ പേര് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റീത്ത, വിശുദ്ധ കൊച്ചു ത്രേസ്യ, വിശുദ്ധ എവുപ്രാസ്യമ്മ, മറിയം ത്രേസ്യ, ഇവരുടെയൊക്കെ പേര് പറഞ്ഞാൽ പിശാച് പേടിക്കുന്നേ. നമ്മുടെ പേര് കേട്ടാൽ പിശാച് വിറക്കണം. അതാണ് പൗലോസ് ശ്ലീഹായുടെ നിഴല് വീണപ്പോൾ പോലും രോഗികൾ സൗഖ്യം പ്രാപിച്ചു. വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ തൊട്ടാൽ രോഗം മാറും, പിശാച് പീഡ വിട്ടുമാറും. എന്താ കാരണം? പിശാചിനെ അറിയാം, ഇവനുമായിട്ട് കളിക്കാൻ പറ്റില്ല, ഇവളുമായിട്ട് കളിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ഈ അഭിഷേകം നമ്മള് ജ്വലിപ്പിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഭർത്താവ് കുടിച്ചോട്ട് വരുമ്പോ, അല്ലെങ്കിൽ മക്കള് വഴിതെറ്റി പോകുമ്പോ നമ്മൾ അഭിഷേകം ജ്വലിപ്പിച്ച് പ്രാർത്ഥിക്കണം. ഒരു തിന്മയും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല, ഒരു തിന്മയും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. എന്താ കാരണം? എന്താ കാരണം? കൂടാരത്തിൽ ഇരിക്കുന്നവന്റെ അഭിഷേകം. കൂടാരത്തിന്റെ പവറല്ല, കൂടാരത്തിൽ ഇരിക്കുന്നവന്റെ അഭിഷേകം. നിന്റെ ഹൃദയത്തിൽ നീ വിശ്വസിക്കുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസ പ്രമാണത്തിന്റെ ശക്തി എന്താണെന്നറിയാമോ? വിശ്വാസ പ്രമാണം എന്താ? എന്താ ഈ വിശ്വാസ പ്രമാണം? സർവശക്തനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ശക്തി നിനക്കുണ്ടാകണം. അതോ ചുമ്മാ സർവശക്തനായതിൽ ഞാൻ വിശ്വസിക്കുന്നു, അവിടുത്തെ ഏകപുത്രൻ വന്നാലെന്താ, പോയാലെന്താ, നിന്നാലെന്താ, ഈ ഒരു അവസ്ഥയാണ്. അവിടുത്തെ ഏകപുത്രനായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഏകനാമം, രക്ഷക്കായി നൽകപ്പെട്ട നാമം, ഈ നാമത്തിന് വലിയായി മറ്റൊരു നാമവുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ നാമത്തിൽ സകല പരിഹാരവും ഉണ്ട്. ഇനി കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, ആകപ്പാടെ പ്രശ്നമാണ്, ബുദ്ധിമുട്ടാണ്, വീട്ടിൽ ആകപ്പാടെ അടി ഇടി ബഹളം. ഞാൻ പറഞ്ഞു, 100 വിശ്വാസ പ്രമാണം ചൊല്ലാൻ പറഞ്ഞു. പുലി പോലെ നിന്ന അമ്മച്ചി, അദ്ദേഹത്തിന്റെ ഭാര്യ, 100 കഴിഞ്ഞില്ല, 99 കഴിഞ്ഞപ്പോ ചായ വേണോ കാപ്പി വേണോ? അപ്പൊ എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു, ഇതെന്നാ? അടുത്ത് മറ്റൊരു വീട്ടിൽ ഞാൻ ചെന്നു, സെബാസ്റ്റിന്റെ വീട്ടിലെച്ചാ അമ്മ എന്നും പ്രാക്കാം മകനെ. കഴിഞ്ഞ 4-ാം തീയതി അവനൊരു തട്ടുകട, ജ്യൂസിന്റെ തട്ടുകട ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചു എന്നെ. കാരണം ഇത് നടത്തിയിട്ട് പൊളിഞ്ഞു പോവാ. അവസാനം അവിടെ ചെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞു, അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തി അമ്മ അനുഗ്രഹിക്കാൻ പറഞ്ഞു. വേറെ ഒന്ന് ഞാൻ ആദ്യമായിട്ട് കാണുക ഈ അമ്മ അനുഗ്രഹിച്ച് അവനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കുറച്ച് പ്രാർത്ഥനകൾ പറഞ്ഞു കൊടുത്തു. അതെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മയോട് മാപ്പ് ചോദിക്കാൻ പറഞ്ഞു. അമ്മ തന്ന മുറിവുകൾക്കൊക്കെ ക്ഷമ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അമ്മ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതൊക്കെ അമ്മ തിരുത്തി പറയാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇപ്പം ഇന്ന് 8-ാം തീയതി അവരോട് ചോദിച്ചു, എങ്ങനെയുണ്ടോ അമ്മ, കട എങ്ങനെയുണ്ടെന്നല്ല ചോദിച്ച. അവരെന്നോട് പറഞ്ഞേ, കട തുടങ്ങിയതിനു ശേഷം അമ്മക്ക് ഭയങ്കര സ്നേഹം. പ്രിയപ്പെട്ടവരെ, എന്താണ് അതിന്റെ കാരണം? അഭിഷേകം ജ്വലിക്കുമ്പോൾ തിന്മകൾ അകന്നു പോകും. ഹല്ലേലൂയ. ഈശോ മിശിഹായുടെ സാന്നിധ്യം കണ്ടപ്പോൾ തന്നെ പിശാച് അലറി വിളിച്ചു, യോ നസറേനായ യേശുവേ, സമയമാകുന്നതിന് മുമ്പ് കുറച്ചു കാലം കൂടെ ഇവിടെ നിൽക്കാന്നൊക്കെ വിചാരിച്ചിരുന്ന അഭിഷേകം ജ്വലിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവന്റെ സമയമായി, അവൻ വിട്ടുപോയി. അഭിഷേകത്തില് നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഒരു കൊറോണയും ഇതൊന്നും നമ്മളെ സ്പർശിക്കുക പോലുമില്ല. ഇതൊന്നും സ്പർശിക്കാൻ ദൈവം അനുവദിക്കില്ല. എന്റെ മക്കൾ 2 പേർക്ക് കോവിഡ് വന്നു. കാരണം കഴിഞ്ഞ വർഷം ജൂൺ 2020 ഇപ്പൊ ഞാൻ പ്രാർത്ഥിച്ച് ഇവരെ അയക്കുമ്പോ ഈശോ എന്നോട് പറഞ്ഞു, എനിക്കെന്നല്ല ഇത് കൊറോണയൊക്കെ വരും. അപ്പൊ ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, ഈ മക്കൾക്ക് കൊറോണ വരും എന്ന് ഈശോ പറയണേ. ഇവളെന്നെ നോക്കി ചിരിച്ചു.
ഇവിടെ വന്നു ക്വാറന്റൈനൊക്കെ ഇരുന്നു. 14 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ പോകാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിൽ പോകാണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് പോയാൽ മതി. ലക്ഷണമൊന്നുമില്ല, മാവേലിക്കരയിൽ ക്വാറന്റൈനില്ല. ഞാൻ പറഞ്ഞു എന്നാലും ടെസ്റ്റ് ചെയ്തിട്ട് പോയാൽ മതി. ടെസ്റ്റ് ചെയ്തപ്പോൾ മക്കൾ 2 പേർക്കും കോവിഡ് പോസിറ്റീവ്. അങ്ങനെ എറണാകുളം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് ഇവരെ ഐസൊലേഷനിൽ വിട്ടു. അവിടെ ചെന്ന് അവിടെ ഇരിക്കുമ്പോൾ എന്റെ മക്കൾ പാട്ടും പാടി ദൈവത്തെ സ്തുതിച്ച് വീഡിയോ അയച്ചു തരികയില്ലേ, ഒരു കുഴപ്പമില്ല. അവർ പറയും ഞങ്ങളിവിടെ എൻജോയ് ചെയ്യാം. കൊറോണയുടെ മേൽ ആധിപത്യം. അന്നത്തെ ദിവസങ്ങൾ ഭയപ്പെടുത്തുന്ന വാർത്തകളല്ലേ. അയ്യോ എന്റെ മക്കളുടെ നമ്പർ പത്രത്തിൽ വന്നേ, സൗദിയിൽ നിന്ന് വന്ന് ഇന്ന ഫ്ലൈറ്റില് രണ്ട് കുട്ടികൾക്ക് കൊറോണ. ഭയങ്കര സംഭവമല്ലേ, മുഖ്യമന്ത്രിയില് വായിക്കണേ. ഇത് നേരിട്ടല്ലേ ഇതൊക്കെ പറയണം. അപ്പൊ നമുക്ക് ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കും. കർത്താവ് പറഞ്ഞു എന്ത്? കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചില്ലേ. മനസ്സിലായിരുന്നു? ആനന്ദിക്കാൻ പറ്റണം. ചുമ്മാതെ എന്നെ സങ്കീർത്തനം പറയുക. സിംഹക്കുട്ടികളെ ഇരകിട്ടാതെ വിശന്ന് കർത്താവിൽ ആശ്രയിക്കുന്നവന് ഒന്നിനും കുറവുണ്ടായില്ല. കൊറോണക്ക് കുറവുണ്ടാവില്ല. പക്ഷേ അവൻ കൊറോണയുടെ മേലും ആധിപത്യം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തില് നമ്മളെല്ലാത്തിനെയും നേരിടാൻ വേണ്ടി ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കും. ഹല്ലേലൂയ. ഇതെനിക്ക് മനസ്സിലായത്, ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ നീ എന്തുകൊണ്ടാണ് ഈ പിശാചിനെ അന്ന് തന്നെ തകർക്കാന്? നമ്മുടെ വീട്ടില് ഒരു പാമ്പ് കയറിയ നമ്മൾ അതിനെ തല്ലി കൊല്ലില്ലേ? ഇതിൽ കർത്താവ് എന്തുകൊണ്ട് ഈ പാമ്പിനെ തല്ലി കൊന്നില്ല എന്നായിരുന്നു എന്റെ വിഷമം. അപ്പൊ കർത്താവ് പറഞ്ഞു, പാമ്പിനെ തല്ലി കൊന്ന തീർന്നില്ലേ? നിങ്ങൾ തോറ്റു, നിങ്ങൾ ജയിക്കണം. അവൻ നിന്റെ തല തകർക്കും. സ്ത്രീയുടെ പുത്രൻ നിന്റെ തല തകർക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും എല്ലാം മറിയത്തിന്റെ മക്കളാണോ? ആണോ? ഈ മറിയത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നമുക്കൊരു അവകാശം തന്നെങ്കിൽ ഈ പാമ്പിന്റെ തലയെ ചവിട്ടാൻ ഇല്ലേ? ചിലർക്ക് സംശയം. റോമർക്ക് എഴുതിയ ലേഖനം പറയുകയാണ്, സമാധാനത്തിന്റെ ദൈവം ആകയാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളുടെ ശത്രുവായ പിശാചിനെ ഉടൻ തന്നെ. ഇതാണ് സംഭവം. നമ്മുടെ കാഴ്ചയിലാക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ലക്ഷ്യമാണ്. മറിയത്തിന്റെ മക്കൾ പിശാചിന്റെ ശത്രു. ഹല്ലേലൂയ. ഈ അഭിഷേകമാണ്. അല്ലാണ്ട് തലവേദന മാറണം, തൊണ്ടവേദന മാറണം, നടുവേദന മാറണം. ചില ആൾക്കാർ പോയിട്ട് സ്തുതിച്ചു, ഹല്ലേലൂയ എന്റെ നടുവേദന മാറി, ഹല്ലേലൂയ. 10 പേരുടെ ധ്യാനം കൂടി 10 പേരുടെ നടുവേദന മാറി, ഹല്ലേലൂയ. അച്ഛാ, ഈ 10 പേരുടെ നടുവേദന മാറിയവരാരും തിരിച്ചു വന്നിട്ട് ആത്മാക്കളെ രക്ഷിച്ചിട്ടുണ്ടോ? നടുവേദന മാറി ആത്മാവ് രക്ഷപ്പെടില്ല. ഇന്ന് ജോൺ ബ്രദർ, തോമസ് ബ്രദർ ആദ്യമേ പറഞ്ഞു, ആത്മരക്ഷ. അപ്പോസ്തല പ്രവർത്തനം 16:31 നമുക്ക് എല്ലാവർക്കും മനഃപ്പാടാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷപ്പെട്ടു. റെയിൽവേ ക്രോസ് കടന്നപ്പോ രക്ഷപ്പെട്ടു. ഗൾഫിൽ പോയ രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെടലല്ല ദൈവം ആഗ്രഹിക്കുന്നത്, ആത്മാവിന്റെ രക്ഷയാണ്. ഹല്ലേലൂയ. ആ അഭിഷേകം നമ്മളൊന്നും അറിയണം. ഇന്ന് നമ്മൾ ഇത്രയും പേര് ഇവിടെ വന്നിരിക്കുന്നില്ലേ? ഇല്ലേ? നമ്മുടെ ആത്മാവ് രക്ഷപ്പെട്ടോ? നമ്മളിപ്പോ സേഫ് സോണിലൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല. പ്രാർത്ഥനയുണ്ട്, സ്തുതിപ്പുണ്ട്, എല്ലാ ജപമാലയുണ്ട്. ബ്രദർ പറഞ്ഞ നേരത്തെ കരുണപതിയൊക്കെ ചൊല്ലുന്നുണ്ട്. വളരെ നല്ല കാര്യം. എന്റെ ഒരു സംശയം, നമ്മൾ രക്ഷപ്പെട്ടാൽ മതിയോ? കൂടെയുള്ളവർ എന്തെന്ന് ചോദിക്കും നമ്പരാൻ. നമുക്കൊരു വലിയ ദൗത്യമുണ്ട്. ശുദ്ധീകരണ സ്ഥലത്തും ഈ ഭൂമിയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും ഇനി ജനിക്കാനിരിക്കുന്നവരുമായ ഉള്ളവരെയും കൂടെ രക്ഷപ്പെടുത്തിയിട്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്ത് തങ്ങിക്കിടക്കും. അങ്ങോട്ടുമില്ല, ഇങ്ങോട്ടുമില്ല, മേപ്പോട്ടുമില്ല, കീഴ്പോട്ടുമില്ല. ആത്മാക്കളുടെ രക്ഷ നമ്മുടെ വലിയ ഉത്തരവാദിത്വമാണ്. ഓരോ ആത്മാവിനും ദൈവം നിയോഗം വെച്ചിട്ടുണ്ട്. ഇത്രയും ആത്മാവിനെ ഈ സിറിലിന് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ആത്മാവിനെ രക്ഷിച്ചിരിക്കണം. ഈശോ ശിഷ്യന്മാരെ അയച്ചപ്പോ പറഞ്ഞു, നിങ്ങൾ ഇന്ന് പട്ടണത്തിലേക്ക് പോകുക, ഇവിടെ പോയി വചനം പ്രസംഗിക്കുക, അവിടെയുള്ളവരെ രക്ഷിക്കുക. ഹല്ലേലൂയ. എന്റെ കുടുംബത്തില്, അയൽവക്കത്ത് നിയോഗം ലഭിച്ചിരിക്കുന്ന ഇടങ്ങളിൽ ഞാൻ ശുശ്രൂഷ ചെയ്യണം, ആത്മാക്കളെ രക്ഷിക്കണം.
ഇത് അഭിഷേകം നിർഗളിച്ച് ഒഴുകണം. ഹല്ലേലൂയ. സമരിയാക്കാരി സ്ത്രീ വെള്ളം കോരാമെന്നുള്ള വെള്ളം കോര് കർത്താവിനെ കണ്ടുപിടി. അവസാനം അവൾ ശുദ്ധയായി, അവൾ ശുശ്രൂഷകയായി, അവൾ നാട്ടിൽ ചെന്ന് സമരിയ നാട്ടിൽ ചെന്നിട്ട് ബാക്കിയുള്ളവരെ കൂടെ ഈശോയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ അവരൊരു കാര്യം പറഞ്ഞു. കേട്ടാ, എന്നാ പറഞ്ഞേ? നീ പറഞ്ഞൊന്നും കൊണ്ടല്ലേ ഞങ്ങളെ നേരിട്ടത്. സമരിയക്കാരി സ്വർഗത്തിൽ പോയി കാണോ? അവൾക്കാണെങ്കിൽ വീട്ടിൽ പോകും. നമ്മളൊക്കെ ആണെങ്കിലോ, ഞാനാണ് വളർത്തിക്കൊണ്ടുവന്നത്. സമരിയക്കാരി ഒരു അമർഷവും തോന്നിയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂട്ടായ്മയുടെ വളർച്ച എന്ന് പറയുന്നത് എല്ലാ മഹത്വവും കർത്താവിന് കൊടുക്കണം. എല്ലാ മഹത്വവും കർത്താവിന് കയറ്റിക്കൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ കൂട്ടായ്മ വളരുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ്ലീഹ വചനപ്രഘോഷണമായിട്ടൊക്കെ കടന്നു പോയപ്പോൾ ഒരു സംഭവം ഉണ്ടായി. എന്താ സംഭവം എന്നറിയാവോ? 14-ാം അധ്യായത്തില് പൗലോസ്ലീഹ ഇക്കോണിയത്തിൽ ചെന്നപ്പോൾ അവർ വളരെ നാൾ അവിടെ താമസിച്ച് കർത്താവിനെ പറ്റി ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ അവർക്ക് അനുഗ്രഹം നൽകിക്കൊണ്ട് കർത്താവ് തന്റെ കൃപയുടെ വചനത്തിന് സാക്ഷ്യം നൽകി. ബഹുബേഷ് എല്ലാം കൊള്ളാം, വളരെ നല്ല കാര്യം. എന്നാൽ 4-ാം തിരുവചനം പറയാം, നഗരത്തിലെ ജനതകളുടെ ഇടയിൽ ഭിന്നതയുണ്ടായി. ചിലർ യഹൂദരുടെ കൂടെയും ചിലർ അപ്പോസ്തലന്മാരുടെ കൂടെയും ചേർന്നു. കേട്ടോ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വലിയ അഭിഷേകവും കൃപയും വിടുതലും ഒക്കെ കിട്ടുമ്പോൾ പല ശുശ്രൂഷകളും എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമായിട്ട് കുലിച്ചൊക്കെ വരും, ഇല്ലേ? പിന്നെ അങ്ങോട്ട് ഈ ശബരിമലയിൽ 18-ാം പടി കയറുന്ന പോലെയാ, വലിയ ഉത്സാഹത്തിൽ കയറി അവിടെ ചെല്ലും, ഒന്ന് കാല് തന്നും. ഇതുപോലത്തെ ഒരു അനുഭവം നടക്കുന്നു, അല്ലേ? സിറിൽ ബ്രദർക്ക് ഈ ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ചോദിക്കുക, കണ്ടിട്ടില്ലേ? നന്നായിട്ട് പൊലിച്ച് നിന്നിട്ട് അപ്പോന്ന് പറഞ്ഞ് താഴെ പോയി. അങ്ങനെ ഉണ്ടാകരുത്. കാരണം എന്താണ്? ചിലര് അപ്പോസ്തലന്മാരുടെ കൂടെ കൂടി, ചിലര് യഹൂദന്മാരുടെ കൂടെ കൂടി, ആരുടെയും കൂടെ കൂടാൻ പാടില്ല. മനസ്സിലാകുന്നുണ്ടോ? നമ്മള് ഇപ്പോ പ്രത്യേകിച്ച് ഈ സഭയുടെ കാലഘട്ടത്തില് ഈ ഏതച്ഛന്മാരോടൊക്കെ കൂടണം, ഏത് രീതി കൂടണം, ഇല്ലേ? ഈ വഴക്കാണ്. നമുക്ക് ദൈവം മാർഗങ്ങൾ തുറന്നു തന്നിട്ടുണ്ട്. നമ്മൾ ആത്മാവിൽ അഭിഷേകം പ്രാപിച്ച് ഒരു ഭാഗവും നമ്മൾ കൂടണ്ട. മനസ്സിലാകുന്നുണ്ടോ? വലിയ കൃപകളെല്ലാം നഷ്ടമാകാൻ ഇത് കാരണമാകും. നമ്മൾ അഭിപ്രായം പറയാൻ പോകരുത്. ചില കാര്യങ്ങൾ സഭക്കും സഭാധികാരികൾക്കും വിട്ടുകൊടുക്കുക. ചില ആൾക്കാർ അവിടുത്തെ ധ്യാന കേന്ദ്രത്തെ കുറ്റം പറയും, ഇവരെ കുറ്റം പറയും, അല്ലെങ്കിൽ ലീഡറിനെ കുറ്റം പറയും, അല്ലെങ്കിൽ ഗായക സംഘത്തെ കുറ്റം പറയും. ഇങ്ങനെ കുറ്റമൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ നോക്കും, ശരിയാ കേട്ടോ, ഇന്ന് വന്ന സിറിൽ ബ്രദർ പോരാ എന്നൊരാൾ അവിടെ ഭിന്നതയുടെ വിത്ത് വിതക്കപ്പെട്ടു. നമ്മൾ ശ്രദ്ധിക്കണം. ആരെങ്കിലും അങ്ങനെയുള്ള ചില കുനിഷ്ടമായിട്ടൊക്കെ വരുമ്പോ അങ്ങനെ ചിരി ശരിയല്ല. ആ ബ്രദർ അല്ലെങ്കിൽ കൈ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നു, ഇങ്ങനെന്തോ പാർക്കിൻസന്റെ അസുഖമുണ്ടോ, നമ്മൾ വന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ വിത്ത് വീണു. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ ഉറങ്ങിയപ്പോൾ സാത്താൻ. മനസ്സിലായോ? ഉറങ്ങാൻ പാടില്ല, ജാഗ്രതയോടെ ഇരിക്കണം. എന്താ, ഏതാ, ആരാ? ശ്രദ്ധയുള്ളവരാണ്. പ്രിയപ്പെട്ടവരെ, ഈ കൂട്ടായ്മ ഒരുപാട് അഭിഷേകത്തിന്റെ കൃപകളുള്ള ഒരുപാട് വേരുകളും തായ് തടിയിൽ നിന്ന് ഒരുപാട് ശീലങ്ങളും ഉള്ളതായി കർത്താവ് കാണിച്ചിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ അഭിഷേകത്തിലേക്ക് വളരണമെങ്കിൽ ഇതുപോലുള്ള വിത്തുകൾ വീണ് കഴിഞ്ഞാൽ അതിനെ കരിച്ചു കളയണേ കർത്താവേ എന്ന് നിരന്തരം ഉണർന്നിരുന്ന് മധ്യസ്ഥം പ്രാർത്ഥിക്കണം, ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഈശോ പറഞ്ഞത് എന്ത്? പ്രലോഭനങ്ങളിൽ വിടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. കാരണം നമ്മുടെ ശത്രുവായ പിശാച് ആര് വിഴുങ്ങേണ്ടെന്നറിയാതെ സിംഹത്തെ പോലെ, അലറുന്ന സിംഹത്തെ പോലെ ചുറ്റി നടക്കുക. അവൻ അലസമായിട്ട് നടക്കല്ല, അവൻ വളരെ ജാഗ്രതയോടെ നടക്കുക. ഈ ചേട്ടനെ പിടിച്ചാൽ നമ്മൾ ശ്രദ്ധ ഉള്ളവരായി അഭിഷേകത്തിൽ നിറയാൻ വേണ്ടി. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഒരു വചനം കൂടെ കർത്താവ് തരുന്നു. 12-ാം അധ്യായം, വെളിപാട് 12. പരിശുദ്ധ അമ്മയെ കുറിച്ച് പറയാൻ പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവ് നിർത്താൻ പറയുകയാണ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അത് നിമിഷം നമ്മൾ ആരാധനയിലേക്ക് കിടക്കും. 8 മണിക്ക് നമുക്ക് കൃത്യം നിർത്തണം. എന്നാൽ ഭൂമി അവളെ സഹായിച്ചു. അത് വായി തുറന്ന് സർപ്പം വായിൽ നിന്നൊഴുക്കിയ നദിയെ വിഴുങ്ങിക്കളഞ്ഞു. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. എന്നിട്ടോ വചനം പറയുക, 17-ാം തിരുവചനം, ദൈവ കൽപ്പനകൾ കാക്കുന്നവരും യേശുവിനെ സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. ഹല്ലേലൂയ. സാത്താൻ ആരോടാ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നേ? സാത്താൻ വേറെ ഒരു മനുഷ്യരോട്, ഒരു ഗ്രൂപ്പിനോട് സാത്താൻ ഒരു ശത്രുതയില്ല. സാത്താൻ ഒരു കുഴപ്പമില്ല. ഞാൻ ഈ 16-ാമത്തെ വയസ്സിൽ ഈശോ എന്നെ ഇത് പഠിപ്പിച്ചു തന്നിട്ട് ഈശോ എന്നോട് സംസാരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഈശോയോട് ഒരുപാട് സ്നേഹമായി കഴിഞ്ഞു. ഈശോ എന്റെ കയ്യിൽ വെച്ച് തന്നത് എന്താണെന്നറിയോ? ഒരു ജപമാലയാ. ഈ ജപമാല കൈ തന്നിട്ട് പറഞ്ഞു, നീ എന്റെ ജീവിതം അമ്മയോടൊപ്പം ധ്യാനിച്ച് പഠിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതിന് വിശ്വാസം എന്റെ ജീവിതം പറഞ്ഞു ധ്യാനിച്ച് പഠിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈശോ എനിക്ക് അന്ന് പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെട്ടിട്ടില്ല. മാതാവിനോടൊപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ കൂട്ടായ്മയില് പ്രകാശത്തിന്റെ 1-ാം രഹസ്യം ധ്യാനിച്ചു തുടങ്ങിയത് 2001 കാര്യം പറയുന്നേ. ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ പ്രഖ്യാപിച്ചത് 2002 ഒക്ടോബറിലാണ്. എന്നാൽ പരിശുദ്ധ അമ്മ ഈശോയുടെ സ്നാനത്തെ കുറിച്ച് ധ്യാനിക്കാൻ പറഞ്ഞു. കാനായിലെ കല്യാണം ധ്യാനിക്കാൻ പറഞ്ഞു. 3-ാമത് ഈശോയുടെ വചന പ്രഘോഷണം ധ്യാനിക്കാൻ പറഞ്ഞു. അത് പറഞ്ഞപ്പോ ഞാനൊരു അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛോ ചങ്ങനാശ്ശേരി മുതലുള്ള അച്ഛൻ തന്നെ. അപ്പൊ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെയൊക്കെ ഒരു മെസ്സേജ് കിട്ടിയെന്ന് പറഞ്ഞു. നിനക്ക് വട്ടാ, ഇപ്പൊ ഉള്ളത് ആവശ്യത്തിലുള്ള ധ്യാനിക്കാനുണ്ടല്ലോ, അത് ധ്യാനിച്ചാൽ മതി, കൂടുതലൊന്നും ധ്യാനിക്കണ്ട, അത് സഭാത്മകമല്ല, സഭ എന്ത് പഠിപ്പിക്കുന്നു അത് മതി എന്ന് പറഞ്ഞു. ഞാൻ അച്ഛനോട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, എന്നാ പിന്നെ അങ്ങനെ ആയിരിക്കും അല്ലേ, ആയിക്കോട്ടെ എന്ന് അച്ഛനും പറഞ്ഞു. അങ്ങനെ അതവിടെ നിർത്തി. 3-ാമത്തെ രഹസ്യം വരെ കിട്ടി. അതവിടെ ഞങ്ങൾ എഴുതി വെച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിയതാണ്. കൂട്ടായ്മയില് ഗ്രൂപ്പായിട്ട് അത് അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞു 1 വർഷം കഴിഞ്ഞപ്പോ ഇത് പ്രഖ്യാപിച്ചപ്പോ ഈ അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞു, എടാ മോനെ, ഞാനത് അത്ര കാര്യമായിട്ട് പറഞ്ഞല്ല, നീ അത് സീരിയസ് ആയിട്ട് എടുത്തോ. ഞാൻ പറഞ്ഞു, അച്ഛാ, എനിക്ക് ഈശോ എന്ന് പറഞ്ഞാൽ അച്ഛനാണ്. അച്ഛനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ഈശോ അച്ഛൻ. അച്ഛനെന്ന് പറഞ്ഞാൽ ഈശോയാ, ഈശോ എന്ന് പറഞ്ഞാൽ അച്ഛൻ. അതുകൊണ്ട് എനിക്ക് അച്ഛന്മാര് പറയുന്നതിനപ്പുറം ഇല്ല. അഭിഷിക്തൻ കർത്താവ് എനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ, എന്നെ നയിക്കാൻ ഒരു ഇടയനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഇടയനെ ഞാൻ അനുസരിച്ചേ വെച്ചു ഇല്ലേ. ഇടയനെ ധിക്കരിക്കാൻ ഒരു ആടുകൾക്ക് അല്ലാതെ കേട്ടോ, വിലയൊക്കെ ഉണ്ട്. പക്ഷെ ഇടയൻ തരുന്നത് തിന്നോണം. ഈ ഇടയൻ കാണിക്കുന്ന വഴി പൊക്കോണം. വേറെ ഓണം ഇല്ല നമുക്ക്. നടന്നോണം, തിന്നോണം. വേറെ ഓണം ഉണ്ടോ? തിരുവോണം ഉണ്ടോ? അത് കൊണ്ടോ ഇല്ല, എനിക്കറിയില്ല. അപ്പൊ ഇടയൻ തരുന്നത് അതാ. പരിശുദ്ധ അമ്മ യഥാർത്ഥത്തില് നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു വസ്തുത ഇതാണ്. അമ്മയോട് ചേർന്ന് നിന്നല്ലാതെ പിശാചിന്റെ തലയെ തകർക്കാൻ അമ്മയുടെ മക്കളായി തീരാതെ പിശാചിന്റെ തലയെ തകർക്കുന്ന പൂർണ്ണത നമുക്ക് ഉണ്ടായില്ല. അതുകൊണ്ട് സാത്താൻ പറയും, എന്താ ചൊല്ലിയില്ലെന്നും കുഴപ്പമില്ല, ബാക്കിയുള്ള പ്രാർത്ഥനയൊക്കെ ചൊല്ലാൻ പറ്റും. സാത്താൻ എപ്പോഴും വിടുക്കനാ. ആ പറയുന്നത് കർത്തൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? ഇതല്ല അവോയ്ഡ് ചോദിച്ച് ഭയങ്കര സ്പിരിച്വൽ ഡിസ്കഷൻ ആയിരുന്നു. അതിനുള്ള സമയം ഇപ്പൊ ഇല്ല. ദൈവം അനുവദിച്ചാൽ പിന്നീട് ഒരിക്കലും പറയാം. ഹോവായെ വഴിതിരിച്ച എങ്ങനെയാ ആദ്യത്തെ കൗൺസിലിംഗ് കൊടുത്തത്? എന്ത് വലിയ ധ്യാനമാണ് ആദ്യത്തെ ധ്യാനം. എംപറർ എമ്മാനുവലിലൂടെ തുടങ്ങിയ സമയത്ത് 2005 ഈശോ എന്നോട് പറഞ്ഞു, ഇത് വലിയൊരു തിന്മയിലേക്ക് നയിക്കും. അപ്പൊ ഞാൻ എന്റെ ആത്മീയപിതാക്കന്മാരോട് പറഞ്ഞു, അച്ഛാ, ഇങ്ങനെ ഒരു മെസ്സേജ് ഉണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞപ്പോഴ് അല്ലു എന്നെ പറയുന്നു, അല്ലാന്ന് വന്നു. എന്റെ വീട്ടിൽ ഗുണ്ടകൾ വന്നു, എന്നെ അന്വേഷിച്ചു 2005. ആ സമയം ഞാൻ അച്ഛന്മാരോട് പറഞ്ഞു, അച്ഛാ, എന്റെ ആത്മീയപിതാക്കന്മാരോടാ പറഞ്ഞു, അച്ഛാ, ഇങ്ങനെ ഒരു മെസ്സേജ് ആണ് എനിക്ക് കിട്ടുന്നത്.
എനിക്ക് ഈ പൊന്നാറ സാറിനെ അറിയില്ല, ജോസ് പൊന്നാറെ അറിയില്ല, എംപറർ എമ്മാനുവലെ അറിയില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് കാണിച്ചു തന്നു എന്റെ തിന്മ എന്താണെന്നുള്ളത്. അന്ന് ഞാൻ പറഞ്ഞില്ല, പരിശുദ്ധാത്മാവ് തന്ന സന്ദേശം സ്വീകരിച്ചില്ല. സ്വീകരിച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു ചതിവ് ഉണ്ടാവില്ല, ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടാകത്തില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന ഓരോ ആരാധനയിലും നമ്മൾ അറിയണം, ഈ പരിശുദ്ധ കുർബാന എന്നത് മറിയത്തിന്റെ സമർപ്പണമാണ്. മറിയത്തിന്റെ സമ്പൂർണമായ സമർപ്പണമാണ് പരിശുദ്ധ കുർബാന എന്നത്. ഹല്ലേലൂയ. ആണോ? ഈശോയുടെ ശരീരം എന്ന് പറയുന്നത്, ഈശോയുടെ ആത്മാവ് മാത്രമേ സ്വർഗത്തിൽ നിന്ന് വന്നുള്ളൂ കേട്ടോ. ഈശോയുടെ ശരീരം എന്ന് പറയുന്നത് മറിയത്തിന്റെ സമർപ്പണമാണ്. അല്ലേ? അല്ലേ? ഞാൻ പുരുഷനെ അറിയുന്നില്ല, എങ്ങനെ കാര്യം നടക്കുന്നു? അത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് വരും. പക്ഷേ ഈ വചനം മാംസമാകാൻ ശരീരവും രക്തവുമാകാൻ പരിശുദ്ധാത്മാവ് മറിയത്തിന് ജീവൻ നൽകി. ഇല്ലേ? മാംസം ആരുടെയാ? അതുകൊണ്ടാണ് ഈശോ ഇതാ നിങ്ങളുടെ അമ്മ എന്ന് പറയാതെ ഇതാ നിന്റെ അമ്മ എന്ന്, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞു. സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞേ. എന്താ കാരണം? എന്താ കാരണം എന്നറിയാമോ? എന്താ കാരണം എന്നറിയോ? അവിടെ സലോമി ഉണ്ടായിരുന്നു, ഇല്ലേ? അച്ഛൻ മറിയുണ്ട്, യാക്കോബിന്റെ അമ്മ മറിയുണ്ടായിരുന്നു, അങ്ങനെ പലരും ഉണ്ടായിരുന്നു, ഇല്ലേ? വെറോണിക്ക ഉണ്ടായിരുന്നു, ഷിമയോൻ, കുരിശും വന്ന ഷിമയോൻ ഉണ്ടായിരുന്നു, ഇല്ലേ? എന്നിട്ട് ഈശോ നിങ്ങളുടെ അമ്മ ഇതാ ലോകം മുഴുവന്റെ അമ്മ എന്ന് പറഞ്ഞോ? എന്താ പറയുന്നേ? അതെന്താ ലോകം മുഴുവന്റെ അമ്മ എന്ന് പറയാനേ? നിങ്ങളുടെ അമ്മ എന്ന് പറയാനേ? ഇത് ഈശോ എനിക്ക് വെളിപ്പെടുത്തി തന്നതാണ്. തലേ ദിവസം തന്റെ വക്ഷസ്സിൽ ചാരിക്കിടന്ന് തന്റെ ശരീരവും രക്തവും സ്വീകരിച്ച ഒരാൾ മാത്രമേ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ യോഹന്നാനെ നോക്കിയാ പറയുന്ന, യോഹന്നാനെ ഇന്നലെ ഞാൻ നിനക്ക് വെച്ച് നീട്ടി തന്ന എന്റെ ശരീരവും രക്തവും ഉണ്ടല്ലോ, അത് ഇവളുടേതാ. ഇവളാണ് എനിക്ക് ഈ ശരീരവും രക്തവും തന്നത്. അതുകൊണ്ടാണ് ഇവളെ ഞാൻ അമ്മയെന്ന് വിളിച്ചത്. അതുകൊണ്ടാണ് ഇവൾ എനിക്ക് അമ്മയായി തീർന്നത്. ഇന്നലെ ഞാൻ എന്റെ ശരീരവും രക്തവും നിനക്ക് തന്നപ്പോൾ നീ സ്വീകരിച്ചത് എന്റെ അമ്മയുടെ ശരീരവും രക്തമാണ്, അമ്മ തന്ന ശരീരവും രക്തമാണ്. അതുകൊണ്ട് ഇന്നു മുതൽ, ഈ സമയം മുതൽ, ഈ നിമിഷം മുതൽ ഇവള് നിന്റെ അമ്മയാണ്. നിത്യജീവനിലേക്ക്, നിത്യജീവിതത്തിലേക്ക് നീ പ്രവേശിക്കുമ്പോൾ അവിടെ നിനക്കൊരു അമ്മയുണ്ട്. ആ അമ്മയാണ് നീ അമ്മ. വൈകിപ്പോയി മനസ്സിലാക്കുക. ഈ കുദാശ മറിയത്തെ കൂടാതെ അപൂർണം. അതുകൊണ്ടാണ് ദിവസഭയില് ദിവ്യബലിയില് ഓർക്കുന്നത്, ഇല്ലേ? 3 പ്രാവശ്യം ഓർക്കുക. എന്താണ് കാര്യം? ഈ കന്യാമറിയത്തെ വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു ബലിയും പൂർണ്ണമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? ഞാൻ സൗദി അറേബ്യയിൽ 24 വർഷം എല്ലാം പൂർത്തിയാക്കി ഇങ്ങ് പോകും. കർത്താവിനി എന്നോട് പറഞ്ഞിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ പോകാനുണ്ട്, ശുശ്രൂഷ ചെയ്യാനുണ്ട് എന്നൊക്കെയാണ്. ഇത് ജീവനോടെ മരിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പ്രാർത്ഥനകൾ നിങ്ങളെ ഞാൻ ഓർക്കാം. നമുക്ക് പ്രാർത്ഥനയിലേക്ക്, വിടുതലിന്റെ ശുശ്രൂഷ, ഡെലിവറൻസ് പ്രയറിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആരാധനയിലേക്ക് പ്രവേശിക്കാം. സന്ദേശം കിട്ടിയത് നിങ്ങൾ കുറെ പേര്, പക്ഷേ കാര്യമായിരിക്കില്ല, ഇത്തിരി ദുഃഖങ്ങൾ അനുഭവിച്ചവരാണ് ജീവിതത്തിൽ, ഇത്തിരി റിജക്ഷൻസ് അനുഭവിച്ചവരാണ്. കൊച്ചു പ്രായത്തിലും സ്കൂളിൽ പഠിച്ച കാലത്തും അധ്യാപകരിലും മാതാപിതാക്കളിലും ഒക്കെ ഒത്തിരി വിഷമങ്ങൾ, ദുഃഖങ്ങൾ അനുഭവങ്ങൾ, ചില കാര്യങ്ങൾ മാറാത്തത്, ചില കുറവുകൾ മാറാത്തത്. അപ്പോൾ അതിന് വേണ്ടി ഈശോ പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ല. പ്രാർത്ഥിക്കുമ്പോൾ ആണ് ഈ ആരാധനയിൽ ഈശോ സംവിധാനം വേണ്ടി അറിയുന്നുണ്ടായിരിക്കും. ഒരു പക്ഷേ കിട്ടിയ ശിക്ഷകളായിരിക്കും ഒരു വിഷയം, തെറ്റായി അറിവില്ലാതെ കിട്ടിയ ശിക്ഷകൾ, ചെറിയ വലിയ ശിക്ഷകൾ, പെട്ടെന്ന് നിമിഷങ്ങൾ, ഉണ്ടായ സാമ്പത്തികങ്ങളുടെ കഷ്ടപ്പാടുള്ള പട്ടിണികളൊക്കെ ആയിരിക്കും ഒരു വിഷയം. അറിഞ്ഞുകൂടാ കർത്താവില്ലാറില്ല, അല്ലേ? ഇന്നലെയും ഇന്നും നാളെയും ഈശോ ഈ ദിവ്യകാലത്തിൽ നിങ്ങളുടെയും ചുറ്റുവഹിച്ച് നിങ്ങളെ കുറെ പരിഹരിക്കട്ടെ. അതുപോലെ നിങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും പല ബലഹീനതകളും
പല കുറവുകളും പല സ്വഭാവങ്ങളെല്ലാം മാറിക്കൊണ്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാശ്മീർ സ്വീകരിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാൻ പാട്ട് പാടി അല്ലേ? ഈശ്വരാധന ഈശ്വരാധന അഭിഷേകം
ആശീർവദിക്കപ്പെടട്ടെ, ബന്ധങ്ങൾ ആശീർവദിക്കപ്പെടട്ടെ, മരുമക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, വന്ധ്യമായ ഉദരങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, കെട്ടുപോയ ജീവിതങ്ങൾ ഉണരട്ടെ, ജോലി മേഖലകൾ തുറക്കപ്പെടട്ടെ, വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടട്ടെ. ഈശോ ശ്വാസകോശങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, കോവിഡ് രോഗങ്ങൾ നീങ്ങിപ്പോകട്ടെ, നഷ്ടമായ ജോലികൾ വീണ്ടെടുക്കപ്പെടട്ടെ, ഭവനമില്ലാത്ത മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, മക്കളുടെ പഠന മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അലസരായ മക്കൾ ആശീർവദിക്കപ്പെടട്ടെ, അലസരായ മക്കൾ ആശീർവദിക്കപ്പെടട്ടെ, തകർന്ന കുടുംബ ബന്ധങ്ങൾ ഡിവോഴ്സിലൊക്കെ ആയിരിക്കുന്നവർ ആശീർവദിക്കപ്പെടട്ടെ. ഈശോ അനുഗ്രഹിക്കപ്പെടട്ടെ, കുഞ്ഞുമക്കൾ ആശീർവദിക്കപ്പെടട്ടെ, സൺഡേ സ്കൂൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ജോലി മേഖലകൾ വരുമാന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അടഞ്ഞുപോയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടട്ടെ. അകലുന്ന നട്ടലുകൾ കൂട്ടിയിണക്കപ്പെടട്ടെ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ